കൈലാസത്തിന്റെ മഞ്ഞുപാളികൾക്കിടയിൽ ധ്യാനത്തിലിരിക്കുന്ന മഹാദേവൻ പെട്ടെന്ന് തന്റെ നേത്രങ്ങൾ തുറന്നു. ത്രേതായുഗത്തിന്റെ ആകാശം തെളിയുന്നു. വൈകുണ്ഠനാഥൻ പ്രഭു ശ്രീരാമനായി ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നു. തന്റെ പ്രിയപ്പെട്ട പ്രഭുവിന്റെ ലീലകളിൽ ഒരു ദാസനായി കൂടെ ഉണ്ടാകണമെന്ന ആഗ്രഹം മഹാദേവന്റെ ഉള്ളിൽ ഒരു അഗ്നിയായി പടർന്നു. മഹാദേവൻ മാതാ പാർവതിയെ അരികിലേക്ക് വിളിച്ചു. ദേവി, എന്റെ പ്രഭു ഭൂമിയിൽ ശ്രീരാമനായി അവതരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തെ സേവിക്കാൻ നാം ഒരു വാനര രൂപത്തിൽ ഭൂമിയിൽ ജനിക്കാൻ പോകുന്നു. ഇതുകേട്ട മാതാ പാർവതിയുടെ ഉള്ളൊന്നു പിടഞ്ഞു. നാഥ, അങ്ങയുടെ ഒരു അംശം ഭൂമിയിൽ പോകുമ്പോൾ നിഴലുപോലെ കൂടെ ഉണ്ടാകേണ്ട ഞാൻ എങ്ങനെ ഇവിടെ കഴിയണം? അങ്ങയെ പിരിഞ്ഞുള്ള ഒരു നിമിഷം പോലും അത് അങ്ങയുടെ അംശമായാൽ പോലും എനിക്ക് സാധ്യമല്ല. മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, ഇത് സേവനത്തിന്റെ അവതാരമാണ്. ഇതിൽ എനിക്ക് തനിച്ചേ പോകാൻ കഴിയുകയുള്ളൂ. കൂടാതെ നമ്മുടെ ആ അംശം ബാലബ്രഹ്മചാരി കൂടെയാണ്. എന്നാൽ മാതാ പാർവതി വിട്ടുകൊടുത്തില്ല. ദേവിയുടെ ഉള്ളിൽ ഒരു നിശ്ചയദാർഢ്യം ഉണർന്നു. അങ്ങ് വാനരനായി ഭൂമിയിൽ അവതരിക്കുമ്പോൾ ആ വാനരന്റെ ശരീരത്തിന്റെ ഭാഗമായ വാലായി ഞാൻ അങ്ങയോടൊപ്പം വരും. അങ്ങ് ശ്രീരാമനെ സേവിക്കുമ്പോൾ അങ്ങയെ സംരക്ഷിക്കുന്ന കവചമായി, അങ്ങയുടെ ശക്തിയായി ഞാൻ കൂടെ ഉണ്ടാകും. ഇത് കേട്ടപ്പോൾ മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, അങ്ങയുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ ആകട്ടെ. അങ്ങനെ വായുപുത്രനായി അഞ്ജനാ തടത്തിൽ ആ ദിവ്യ ശിശു ജനിച്ചു, വീര ഹനുമാൻ. അതൊരു സാധാരണ വാനരനായിരുന്നില്ല. ആ ദേഹം മഹാദേവന്റെ രുദ്രവീര്യമായിരുന്നു. എന്നാൽ ആ വാലോ അത് സാക്ഷാൽ ആദിപരാശക്തിയുടെ ചൈതന്യമായിരുന്നു. ഹനുമാന്റെ വാലിന് അസാമാന്യമായ നീളം വയ്ക്കാനും നവഗ്രഹങ്ങളെ പോലും അതിൽ ബന്ധിക്കാനും സാധിച്ചത് അതിൽ കുടികൊള്ളുന്ന മാതാ പാർവതിയുടെ ശക്തി കൊണ്ടാണ്. രംഗമൊന്ന് സങ്കല്പിച്ചു നോക്കൂ. രാവണന്റെ സഭയിൽ ഹനുമാൻ തന്റെ വാല് ചുരുട്ടി സിംഹാസനത്തെക്കാൾ ഉയരത്തിൽ ഇരിക്കുമ്പോൾ അവിടെ പ്രകടമായത് അഹങ്കാരത്തിന് മുകളിലുള്ള ശക്തിയുടെ വിജയമായിരുന്നു. ലങ്കാദഹന സമയത്ത് വാലിൽ പടർന്ന അഗ്നി വെറുമൊരു തീയല്ലായിരുന്നു. അത് ലോകത്തെ തന്നെ ഭസ്മമാക്കാൻ ശേഷിയുള്ള മാതാ പാർവതിയുടെ ക്രോധമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും ഹനുമാന്റെ വാലിൽ നമ്മൾ ഭക്തിയോടെ കുങ്കുമം ചാർത്തുന്നത്. ആ വാലിൽ തൊട്ട് വന്ദിക്കുമ്പോൾ നമ്മൾ വന്ദിക്കുന്നത് മഹാദേവനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശക്തിയായ മാതാ പാർവതിയെ കൂടിയാണ്. ശിവനും ശക്തിയും ഒന്നായി മാറി രാമനാമത്തിൽ അലിഞ്ഞു ചേർന്ന ആ അത്ഭുതമാണ് വീര ഹനുമാൻ. ഹനുമാൻ സ്വാമിയുടെ ദിവ്യമായ വാലിന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം ഗൗരി ശങ്കരായ നമഃ. ജയ് ശ്രീറാം, ജയ് ബജ്രംഗ് ബലി.